അങ്ങനെ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരെ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ ഒരു 10ാം ക്ലാസ്സുകാരി. അപ്പോൾ മണിക്കുട്ടി എൻ്റെ മേമേരെ മോളാണ്. അപ്പോൾ ടെൻഷൻ അടിച്ചിട്ടാണ് ഇരിക്കണത്. അങ്ങനെ ദേ മണിക്കുട്ടി റിസൾട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 7 A+ ഉണ്ട് മണിക്കുട്ടിക്ക്. കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അമ്മ നടന്നു വന്നുകൊണ്ടിരിക്കണേ. അങ്ങനെ സിൽക്കൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. മണിക്കുട്ടിക്ക് സ്പെഷ്യൽ സിൽക്ക്, ബാക്കി എല്ലാവർക്കും നോർമൽ ഡയറി മിൽക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ദേ മേമരോടേക്ക് വൈകുന്നേരം നടന്നു പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ റിസൾട്ട് വന്ന സമയത്ത് ഞാനുണ്ടായില്ല കേട്ടോ. മണിക്കുട്ടി തല അടിച്ച് വീണു, തല ഇറങ്ങിയതൊക്കെയാണ് പറയണത്. പക്ഷെ അത് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല. അങ്ങനെ റിസൾട്ടൊക്കെ ഒന്നുകൂടി ഇത് എനിക്ക് കാണിച്ചൊക്കെ തരുന്നുണ്ട്. സ്റ്റാറ്റസ് ഇടലൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരമൊക്കെ ഇപ്പോൾ നമ്മൾ ചെറിയൊരു പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മേമയും പാപ്പനും കൂടിയിട്ട് മന്തിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് കഴിക്കാനൊക്കെ ആയിട്ട് വന്നിക്കാണ്. അപ്പോൾ പിള്ളേരുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മെയിനായിട്ട് കേട്ടോ. ഇതിൽ നന്ദനയുടെ ഒരു കുറവുണ്ട് കേട്ടോ. ഞങ്ങൾ 5 ആളായിട്ടുള്ളൂ, 6 ആളായിട്ടുള്ള കോളം തികഞ്ഞിട്ടില്ല. അപ്പോൾ അമ്മ വൈകുന്നേരം കടയിൽ നിന്ന് വരുമ്പോൾ ഞാൻ എൻ്റെ അതുൻ്റെ മകൻ എന്തെങ്കിലും മേടിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾറെഡി അമ്മ സിൽക്ക് മേടിച്ചുകൊണ്ട് അമ്മോട് ഞാൻ പറഞ്ഞു ഒന്ന് ഐസ്ക്രീം മേടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീമൊക്കെ അതേ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ ഐസ്ക്രീം തന്നിട്ട് നേരെ വീട്ടിൽ പോകാനിട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നെ. കേക്ക് മുറിക്കുക പരിപാടിക്ക് നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാപ്പൻ്റെ വേഗത കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മുറിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ എല്ലാവരും പിന്നെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ്. അങ്ങനെ ദേ കേക്കൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെന്ത് പാട്ട് പാടുന്നതാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. എന്താ വെച്ചാൽ ഹാപ്പി ബർത്ത്ഡേ പാട്ട് പാടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ദേ കേക്കൊക്കെ മുറിച്ച് മേമയ്ക്ക് കൊടുത്തു. മേമ അത് തിരിച്ച് മണിക്കൂട്ടിക്ക് കൊടുത്തു. പിന്നെ എല്ലാവർക്കും നടന്ന് മണിക്കൂട്ടി കൊടുക്കുന്നു, മണിക്കൂട്ടിക്ക് തിരിച്ചു കൊടുക്കുന്നു. പക്ഷെ ഞങ്ങളെല്ലാവരും വാങ്ങിച്ച് തിന്നാട്ടോ ചെയ്തത്. എന്താ വെച്ചാൽ എല്ലാവരുടെ കയ്യിൽ ഫോണാണല്ലോ. അപ്പോൾ വാങ്ങിച്ച് തിന്നാൻ മാത്രമേ പറ്റുള്ളൂ. അച്ചു മാത്രമാണ് കേട്ടോ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദേ ബാക്കി എല്ലാവർക്കുള്ള കേക്കൊക്കെ ഞാൻ ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയിൽ വേണം മുറിക്കാനായിട്ട്. ഒരാൾക്ക് ചെറുത് വേണം, ഒരാൾക്ക് വലുത് വേണം, അങ്ങനെ അങ്ങനെ പല രീതിയിൽ മുറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് ഞങ്ങൾ ലാസ്റ്റ് ആക്കി തിന്നാൻ വേണ്ടി വെച്ചു. അതിൻ്റെ അപ്പോൾ മന്തി കഴിക്കാനാണ് പോണത്. അപ്പോൾ മന്തി ഉണ്ടായിരുന്നു, പിന്നെ ലഡ്ഡു മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ വേറൊരു ഐസ്ക്രീം ബോട്ടിലും സരിത മാമയും ഐസ്ക്രീം തന്നെയായിരുന്നു കേട്ടോ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിള്ളേരുകളെല്ലാവരും കൂടി മറ്റേ ജയിലിൽ പാത്രം പിടിച്ച് നിൽക്കൂലേ നമ്മൾ ചോറിന് വേണ്ടിയിട്ട്, അതേപോലെ നിൽക്കണ്ടായിരുന്നു. അപ്പം ഞാൻ മാത്രം മേശപ്പുറത്തിരുന്നു. പിന്നെ എല്ലാവരും കൂടി വട്ടിട്ട് അടിയിലിരുന്ന് അവരവരുടെ ഇഷ്ടത്തിന് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മണിക്കുട്ടിയുടെ 10ാം ക്ലാസ് വിജയകരമായി അവസാനിച്ച് എല്ലാവരും അടിപൊളിയാക്കി കളറാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.